എല്ലാവർക്കും സൈഡിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. നമ്മുടെ ഇൻസൈഡ് ചാടി അവിടുന്ന് ആ പൈപ്പിലേക്ക് പിടിച്ചിട്ടുണ്ട്. അതിന്റെ സൈഡിൽ കൂടെ ആരൊക്കെയൊക്കെ നടന്നു പോകുന്നുണ്ട്, മറ്റേ സൂമ്പികളെ പോലെ. നമ്മളിപ്പോ മേലെ എത്തിയിട്ടുണ്ട്. പയ്യെ മുന്നോട്ട് പോവാണ്. ഓക്കെ, അവിടുന്ന് ചാടിയിട്ടില്ലെങ്കിൽ നേരെ താഴെ എത്തിയാണ്. എന്തോ ഭയത്തിന് നമ്മൾ ചാടി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ചെറിയൊരു പാലം പോലെ ഒരു മരത്തടി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ കയറി പൊട്ടി. ദൈവമേ, അത് പൊട്ടി. ഓക്കെ, എന്തായാലും നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അല്ല, നമ്മുടെ സൈഡിൽ നമ്മുടെ ലിംബോ അവിടെ നിന്നും ചാടി അടുത്ത ബിൽഡിങ്ങിലേക്ക് എത്തി. നമുക്ക് പോയി നോക്കാം ഇനി അടുത്ത് എന്ത് പണിയാണ് ഇവന്മാർ വെച്ചിട്ടുള്ളതെന്ന്. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടെ നിന്ന് എന്തായാലും ചാടിയാൽ എത്തില്ല. ഈ പൈപ്പിൽ കൂടെ പയ്യെ ഇറങ്ങാം. പൈപ്പിൽ കൂടെ ഇറങ്ങി നോക്കാം താഴെ എന്താണ്. ഇപ്പൊ മിക്കവാറും അവന്മാരുടെ ഒപ്പം പോകേണ്ടി വരുമോ? ഇപ്പൊ കാണെങ്കിൽ അവന്മാരുടെ ഒപ്പം പോകേണ്ടി വരും. ഓക്കെ, അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. എല്ലാം സൂചികള് ഉപദ്രവമില്ല കേട്ടോ എന്തായാലും അവരെ കൊണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ എന്തോ ഒരു തടി കഷ്ണം ഉണ്ട്. എന്തായാലും അത് വലിച്ച് പറിച്ചെടുത്ത് നോക്കാം നമുക്ക്. വലിക്കുന്നുണ്ട്, അവന്റെ ആരോഗ്യം മൊത്തം വലിക്കുന്നുണ്ട്. ഓക്കെ, പോന്നു. എന്നാലും പോകാൻ പറ്റുന്നില്ല. വേറെ അടുത്ത പീസ് എടുക്കണം. അടുത്ത പീസ് ഇല്ല, എന്ത് കാണിച്ചിട്ട് രക്ഷയില്ല. അടുത്ത പീസ് പറിച്ചെടുക്കുക തന്നെ ചെയ്യണം. ഓക്കെ, അടുത്തൊരു കുഞ്ഞു കഷ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെയും വലിയാണ്. ഓക്കെ, വലിയൊരു കഷ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് അതിന്റെ ഇടയിൽ കൂടെ പോയി. ആശാന് കുറച്ച് സ്ഥലം മതിയല്ലോ പോവാന്. അടുത്ത് വീണ്ടും സ്ലൈഡ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, താഴെത്തി. ഇവിടെ നിന്ന് ഒരു എലി പോലെ എന്തൊരു സാധനം മുമ്പോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഈ കോണി കയറി കോണിന്ന് അപ്പുറത്തേക്ക് പോകണം. കോണി ഒന്ന് ബാക്കോട്ട് വലിച്ചു നോക്കിയാലോ? വരുന്നില്ല. അത്രയും ദൂരം എന്തായാലും കോണിന്റെ മുകളിൽ ചാടി എത്തൂല. അത്രയ്ക്കും വലിയ ലാഡറൊന്നുമല്ല. ഇവൻ അത്ര വലിയ ചാട്ടലുകാരനുമല്ല. ഇവിടെ നിന്ന് ഇപ്പൊ എങ്ങനെ പോവും അപ്പുറത്തേക്ക്? വേറെ എന്തെങ്കിലും ടൂൾ ഉണ്ടോ? എന്ത് ടൂൾ ഉണ്ടായിട്ടും കാര്യമില്ല അപ്പുറത്താനായിട്ട്. ആ ഏണി കയറിയിട്ടല്ലാണ്ട് മുമ്പോട്ട് പോകാൻ വേറെ വല്ല വഴിയുണ്ടോ നോക്കണം. ഗേസ് കുടുങ്ങി ഗേസ്. നിങ്ങൾ എങ്ങനെ ഇവിടെ നിന്ന് അപ്പുറം കിടക്കുന്ന ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ചെയ്യണം. ഇവിടെ നിന്ന് ഞാൻ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. ആ കോണി വന്ന് പിടിച്ചു വലിച്ചപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാല് ആ കോണി വീഴുന്ന ഗ്യാപ്പിൽ ചാടായിരുന്നു. കോണി അനങ്ങുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും കാണിച്ചില്ലേ ഇവിടെ പെട്ടുപോകും. എന്തായാലും മറ്റേ സൂമ്പികൾ അപ്പുറത്തെ കൂടെ ഒക്കെ ഇങ്ങനെ വെറുതെ നടന്നു പോകുന്നുണ്ട്. കണ്ട, മേലെ കൂടെ ഒക്കെ പോണ്. നമ്മൾ ഈ ചാട്ടം ചാടുക, ബാക്കി കാലൊടിഞ്ഞു തോന്നിയിട്ടുണ്ട്. അത് നടക്കില്ല എന്നുണ്ട്. നമ്മൾ അടുത്ത വഴി നോക്കുകയാണ്. അതിലൊന്നും പോകാൻ ഒരു രക്ഷയില്ല. ചാടിയും വലിച്ചും പറിച്ചും ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. കോണിന്റെ മുകളിൽ തന്നെയാണ് എന്തോ ഉള്ളത്. വീണ്ടും ഒരു ട്രൈയും കൂടെ ചെയ്ത് നോക്കാം. മേലോട്ട് പോകാൻ പറ്റില്ല, വലിച്ചിട്ടും കാര്യമില്ല. അവിടെ നിന്ന് ചാടിയിട്ടും കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. കോണി താഴേന്ന് പിടിച്ചു വലിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വെച്ച് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാണ് സിമ്പിളായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇവിടെ എന്തോ ഒരു ലൈറ്റ്, ഒരു സ്വിച്ച് ഉണ്ട്. ഓക്കെ, അപ്പറേ ക്യാമറേന്റെ ലൈറ്റ്. മൈ ഗോഡ്, ആ ലൈറ്റിന്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ ക്യാമറ, അത് വെറും ക്യാമറയല്ല, നമ്മളെ പിടിച്ചോണ്ട് പോകും. എന്തോ ഒരു വള്ളി വന്ന് നമ്മളെ വലിച്ചോണ്ട് പോയി. അപ്പൊ നമ്മള് ഇത് ഓണാക്കാണ്ട് പോയി കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ എത്തിയിട്ടില്ലേ? ഓണാക്കാണ്ട് പോവാം. ഇതെന്താ ലിഫ്റ്റോ? ലിഫ്റ്റ് ഉണ്ട്. ഓക്കെ, അതിന്റെ ഡോറ് വലിച്ചു പോയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ആ പവർ ഓൺ ആക്കിയാലേ ലിഫ്റ്റും പ്രവർത്തിക്കുള്ളൂ. അപ്പം പവർ ഓൺ ആക്കി അമ്മമാരുടെ കണ്ണിപ്പെടാണ്ട് ആ ലിഫ്റ്റിലെത്തണം.
വഴി ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ, ആ ലൈറ്റ് അങ്ങോട്ട് പോയ സമയത്ത് ആ ലൈറ്റിൽ പെട്ടാലേ കുഴപ്പമുള്ളൂ. ഓക്കെ, അവിടെ ഒരു തൂണ് കിട്ടിയോണ്ട് രക്ഷപ്പെട്ട്. ആ തൂണിന്റെ മറവിൽ നിൽക്കാം. ഓടിക്കോ. ഇവിടെ രണ്ടുപേരുടെയും ഇടയിൽ കൂടെ ഒരു ഗ്യാപ്പ് കിട്ടുന്നോണ്ട് കഴിച്ചിലായി. പോ 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 പോ. യെസ്, നമ്മൾ ലിഫ്റ്റിലെത്തി. ലിഫ്റ്റിൽ കണ്ടോ ഒരു ബട്ടൺ ഇപ്പൊ കത്തി നിൽക്കുന്ന ഒരു ലൈറ്റ്? അതായിരിക്കും ലിഫ്റ്റിന്റെ സ്വിച്ച്. നേരത്തെ അത് കത്തിയിട്ടുണ്ടായിരുന്നില്ല. ഡോർ അടയ്ക്കാണ്ട് ലിഫ്റ്റ് പോകും തോന്നുന്നു. ബട്ടൺ ഒന്ന് അമർത്തി നോക്കാം. യെസ്, അതാ നമ്മൾ ലിഫ്റ്റിലെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ക്യാമറ പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയും ലൂപ്പ് ഹോൾ ഉണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. നമ്മൾ അങ്ങനെ ഇവിടെ എത്തി. ലിഫ്റ്റിന്റെ ഡോറൊക്കെ തന്നെത്താനെ തുറന്നു. നമ്മൾ മുമ്പോട്ട് പോകണം. ദേ അടുത്ത പാലം. ഒരു പക്ഷിയൊക്കെ ഉണ്ട് അതിലെ. ആ പാലം എന്തായാലും പൊട്ടി താഴെ വീണില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും മുമ്പോട്ട്. ഓ മൈ ഗോഡ്, പൊട്ടി 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 താഴെ വീണ്. ഓ, ഒരു സോംബീനെ തല്ലിക്കൊന്നിട്ട്. അയ്യോ, ക്യാമറ അടുത്ത പണി കിട്ടും. സോംബീനെ പോലെ അഭിനയിക്കാം. ആരും അഭിനയിക്കുന്നുണ്ടാ. നടക്ക്. ദേ സോംബീനെ പോലെ തന്നെ നടക്കുന്നു. ആ ക്യാമറയാണെങ്കിൽ നമ്മളെ എന്തോ ഡൗട്ട് കുടുങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുറകെ തന്നെയാണ്. നടക്ക്. സോംബിക്കൊക്കെ കറക്റ്റ് ടൈമിംഗ് ആണല്ലോ. എന്റെ മേലെ തന്നെയാണ് ക്യാമറ കൊണ്ട് വന്ന് നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു പണി പാളിക്കഴിഞ്ഞാല് അപ്പം തീർക്കും. ഓക്കെ, പോട്ടെ. ഇവന്മാര് നടക്കുന്ന പോലെ തന്നെ നടക്കണം. ഓ, എന്റെ ടൈമിംഗ് ഒക്കെ തെറ്റുന്നുണ്ട്. അവന്മാരൊക്കെ പക്ക ഗ്യാപ്പ് ഇട്ടിരിക്കുക. അതെന്താ? ആ കളത്തിന്റെ ഉള്ളിലുള്ളവരൊന്ന് ചാടി. നമ്മളവിടെ ചെന്ന് ചാടേണ്ടി വരുമോ? ചാടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചാടിയിട്ടില്ല. നമ്മൾ സോംബി അല്ലാതെ മനസ്സിലായി. നമ്മളെ പിടിച്ചോണ്ടുപോയി. മൈ ഗോഡ്, അപ്പൊ ചാടണം. ചാടിയിട്ടില്ലെങ്കിൽ രക്ഷയില്ല. ഒരു പ്രാവശ്യം ചത്താൽ എന്താ കാര്യം മനസ്സിലായില്ലേ? ചാടിക്കോ. യെസ്, ചാടി. വീണ്ടും ചാടി. ചാടൽ രണ്ടും കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇനിയും ചാടേണ്ടി വരുമോ? ചാടിയിട്ടുണ്ട് എന്തായാലും. ഞാൻ വിചാരിച്ചു പണി കിട്ടുന്നു. അടുത്ത ബോക്സ് വന്നല്ലോ. അവിടെ എന്താ? ബാക്കോട്ട് തിരിയാ, ബോട്ട് തിരിയാ. അപ്പം അതും നമ്മൾ ചെയ്യേണ്ടി വരും. ടൈമിങ് കറക്റ്റായാൽ മതിയായിരുന്നു. തിരിഞ്ഞ് എന്താ എന്നെ പിടിച്ചോണ്ടുപോയി. ഇവന്മാര് ഭയങ്കര കണ്ടുപിടുത്താട്ടോ. നമ്മളെ വീണ്ടും ആ ചാടുന്നിടത്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത്. ചാട്ടത്തിൽ ഉഷാറാണ്. അപ്പുറം തിരിയുന്ന സ്ഥലത്തും എന്താവും അറിയില്ല. 3 വട്ടമൊക്കെ ചാടേണ്ടി വരും തോന്നുന്നല്ലോ അതിൻ്റെ ഉള്ളിൽ തന്നെ. എല്ലാവരും നോക്ക്. പക്ഷെ ഞാൻ മാത്രം റെഡ് ഷർട്ട് ഇട്ട് വന്നിട്ട് ഇവന്മാർക്ക് ആർക്കും സംശയം. ബാക്കി എല്ലാവരും ഒരേ ഡ്രസ്സിങ് ആണല്ലോ. നമ്മള് ബാക്കോട്ട് തിരിയാ, അതേപോലെ മുമ്പോട്ട് തിരിയാ. ഞാനിപ്പോ നടന്ന് അതിൽ പോയെന്ന്. എന്നെ പിടിച്ചില്ല. വീണ്ടും ബാക്കോട്ട് തിരിയാ, അതേപോലെ മുമ്പോട്ട് തിരിയാ. പോട്ടെ. വിട്ട് നമ്മൾ ആ കളത്തിന്റെ പുറത്തിറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ക്യാമറ അവിടം വരെ വരുമല്ലോ. നമ്മളെ വിട്ട പോലെയാണല്ലോ ഏകദേശം. എന്നാലും ഉണ്ട് കേട്ടോ പുറകെ തന്നെ. ഭാഗ്യം ഞാനൊന്ന് നടന്നായിരുന്നു. ക്യാമറ അവിടം വരെ കണ്ടേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ആ വലിയൊരു കടമ്പ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ട്രാപ്പ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം. നമ്മളിതിൻ്റെ ഫുള്ള് ഗെയിം കളിച്ച് തീർക്കുന്നതാണ്. നമുക്ക്
ഈ എപ്പിസോഡ് നിർത്താനുള്ള ടൈമായി വരുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ടോർച്ച് അടിക്കണ്ടല്ലോ നമ്മളത്. ദേ വന്ന് പിടിച്ച് എന്നെ എങ്ങനെയോ മനസ്സിലായി. ഇവിടെ ഉള്ള അവിടെ ഉള്ളവർ അത്രയും പേര് കണ്ടുപിടിച്ചില്ല. അവിടെ നിന്ന് ടോർച്ച് അടിച്ചു നോക്കി പട്ടിനെ ഒന്ന്. അതെന്ത് പരിപാടിയാണ് കാണിച്ചത്? നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടെ നിന്ന് നോക്കാം. ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടാണോ എന്നെ പിടിച്ച് തിന്നത്? ഓരോരോ ടോർച്ച് അടിക്കുന്നുണ്ട്. അവിടെ നിന്ന് അടുത്ത ടൈമിങ് എത്തി എന്തോ ഒരു വള്ളി പിടിച്ചോണ്ട് പോയി. എന്റെ ദൈവമേ. ഇവിടുന്ന് ഇനി എന്തായാലും ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഈ എപ്പിസോഡ് നിർത്തുന്നുള്ളൂ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. പട്ടി ലൈറ്റ് അടിച്ച് വീണ്ടും പിടിച്ച് ഓടിയാലോ? അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാല് പട്ടി പുറകെ വരുന്നുണ്ട്. ഓട്ടം തന്നെയായിരുന്നല്ലോ. എന്റെ മോനെ കറക്റ്റ് ചാട്ടം. ഓക്കെ മതി. അവിടെ നിന്ന് രക്ഷപ്പെട്ടല്ലോ. നമുക്ക് ഈ എപ്പിസോഡ് നിർത്താം.